ഹലോ, വെൽക്കം ബാക്ക്. ഇന്നൊരു അടിപൊളി സംഭവമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. AI ഏജൻറ്റ്. ഇപ്പോൾ AI ഏജൻറ്റിൻ്റെ സീസൺ ആണല്ലോ, എല്ലായിടത്തും AI ഏജൻറ്റാണ്, എല്ലാവർക്കും AI ഏജൻറ്റ് ഉണ്ട്. അപ്പോൾ മലയാളത്തിൽ സംസാരിക്കുന്ന ഒരു AI ഏജൻറ്റ് ഇതെങ്ങനെ ഉണ്ടാക്കാം, നമുക്ക് ഇതെങ്ങനെ ബിസിനസ്സിന് വേണ്ടി യൂസ് ചെയ്യാം, ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. എൻ്റെ പേര് താഹ, ഞാനൊരു ബിസിനസ് ആൻഡ് ഓട്ടോമേഷൻ കൺസൾട്ടൻ്റാണ്. സോഫ്റ്റ്വെയർ ഓട്ടോമേഷൻ ഇതൊക്കെ ഉപയോഗിച്ചിട്ട് നിങ്ങളുടെ ബിസിനസ് എങ്ങനെ പ്രോഫിറ്റബിൾ ആക്കാം, എങ്ങനെ കോസ്റ്റ് കുറക്കാം, ഇതൊക്കെയാണ് എൻ്റെ പണി. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്, ഇപ്പോൾ ഒരു നമ്മൾ സാധാരണ വെബ്സൈറ്റിൽ ചാറ്റ് ബോട്ട് കണ്ടിട്ടുണ്ടാവുമല്ലോ. ഒരു വെബ്സൈറ്റിൽ കോർണറിൽ ഒരു ചാറ്റ് ബോട്ട് ഉണ്ടാവും, ആൾക്കാർ സംസാരിക്കും, അപ്പോൾ അവർ നിങ്ങൾക്കൊരു ഇമെയിൽ അയക്കും. ഇതൊക്കെ പ്രീ പ്ലാൻഡ് ചാറ്റ് ബോട്ടുകളാണ്, അപ്പോൾ അവർക്ക് ഇൻ്റലിജൻസ് ഇല്ല. എന്നാൽ അതേ സ്ഥലത്ത് മലയാളത്തിൽ സംസാരിക്കുന്ന ഒരു ഇൻ്റലിജൻറ്റ് ചാറ്റ് ബോട്ട് അത് വെക്കാൻ പറ്റും. അപ്പോൾ അതിനുവേണ്ടി നമ്മളിന്ന് ഉപയോഗിക്കുന്ന ടൂൾസ്, അപ്പോൾ ഞാനൊരു റെഡിമെയ്ഡ് സാധനം വെച്ചിട്ടുണ്ട്, അത് കാണിച്ചു തരാം, ഒരു ഡെമോ കാണിച്ചു തരാം, ഇത് എന്തുപയോഗിച്ചിട്ടാണ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. ഓക്കെ, ഇപ്പോൾ N8N എന്ന സോഫ്റ്റ്വെയർ ഉപയോഗിച്ചാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. N8N എന്ന് വെച്ചാൽ ഇതൊരു ഓട്ടോമേഷൻ പ്ലാറ്റ്ഫോമാണ്. അതായത് സാപ്പിയർ, make.com, പാബ്ലി, ഇതുപോലെ പല സോഫ്റ്റ്വെയറുകളുണ്ട്. അക്കൂട്ടത്തിലൊന്നാണ് N8N. ഈ N8ൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് ഓപ്പൺ സോഴ്സ് ആണ്. എന്ന് വെച്ചാൽ ഇതിന് നിങ്ങൾ പൈസ കൊടുക്കണ്ട. പൈസ കൊടുക്കുന്ന വെർഷൻ ഉണ്ട്, പക്ഷേ ഇത് നിങ്ങൾ സ്വന്തമായിട്ട് നിങ്ങളുടെ സെർവറിൽ ഹോസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് ഒരുപാട് ഫിനാൻഷ്യൽ ബെനിഫിറ്റ്സ് ഉണ്ട്. ഇതേപോലത്തെ കോമ്പറ്റീഷനായ make.com, സാപ്പിയർ, പാബ്ലി, ഇതിനൊക്കെ ആണെങ്കിൽ നിങ്ങൾ മന്ത്ലി ഫീസ് കൊടുത്തിട്ടാണ് ചെയ്യേണ്ടത്. അപ്പോൾ N8N ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പോൾ N8 എന്ന് പറയുന്നത് നിങ്ങൾ ഇതേപോലെ ഈ കണ്ടില്ലേ, ഗ്രാഫിക്കലായിട്ട്, അതായത് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്തിട്ട് നമുക്ക് ആവശ്യമുള്ള സിസ്റ്റം ചെയ്യാൻ പറ്റും. ഇത് സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത് മൾട്ടിപ്പിൾ സോഫ്റ്റ്വെയറുകൾ തമ്മിൽ സംസാരിപ്പിക്കാനാണ്. ഉദാഹരണത്തിന് നിങ്ങൾക്കൊരു അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ ഉണ്ട്, അതേസമയത്ത് നിങ്ങൾക്കൊരു വെബ്സൈറ്റ് ഉണ്ട്. ഇപ്പോൾ വെബ്സൈറ്റിൽ നിന്ന് വരുന്ന കോൺടാക്റ്റ് അക്കൗണ്ടിങ് സോഫ്റ്റ്വെയറിലോട്ട് കയറ്റണം. അതിനുവേണ്ടി നമുക്ക് ഇതുപോലെ N8N ഉപയോഗിക്കാം. അപ്പോൾ രണ്ട് വ്യത്യസ്തമായ സോഫ്റ്റ്വെയറുകൾ തമ്മിൽ ബന്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഓട്ടോമേഷൻ, ഒരു മിഡിൽ നിൽക്കുന്ന സാധനമാണ് N8N. പെർഫെക്റ്റ്. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്, ഞാനൊരു ചാറ്റ് ബോട്ട് ബിൽഡ് ചെയ്യാം ഒരു പെസ്റ്റ് കൺട്രോൾ സർവീസിന് വേണ്ടിയിട്ട്. അപ്പോൾ അവർക്ക് ഈ ചാറ്റ് ബോട്ട് അവരുടെ വെബ്സൈറ്റിൽ വെക്കാം. ഓക്കെ, അപ്പോൾ വെക്കുമ്പോൾ ഈ ചാറ്റ് ബോട്ട് നമ്മളോട് മലയാളത്തിൽ സംസാരിക്കണം. എന്നിട്ട് നമ്മുടെ ആവശ്യം എന്താണെന്ന് ചോദിക്കണം. എന്നിട്ട് നമുക്ക് ടപ്പേന്ന് അത് ടെലിഗ്രാമിലോട്ട് അയച്ചു തരണം. ഇപ്പോൾ ഇവിടെ ഞാനൊരു സാധനം ബിൽഡ് ചെയ്തിട്ടുണ്ട്, ഞാനൊരു ഡെമോ കാണിച്ചു തരാം. ഇതായിരിക്കും ഡെമോ ചാറ്റ് ബോട്ട്. ഇതിങ്ങനെ ഫുൾ പേജ് ആവണമെന്നില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ വെബ്സൈറ്റിൻ്റെ ഒരു കോർണറിൽ വയ്ക്കാവുന്ന പോലത്തെ ഒരു ഫോർമാറ്റിലോട്ട് ഇത് മാറ്റിയെടുക്കാം. തൽക്കാലം എക്സാമ്പിളിന് വേണ്ടിയിട്ട് ഞാനിത് ഫുൾ ഫോർമാറ്റിൽ വെച്ചിരിക്കുകയാണ്. പിന്നെ ഇത് എൻ്റെ ഒരു ചാറ്റ് ബോട്ടാണ്. നമുക്ക് അതിൻ്റെ റെസ്പോൺസ് ഇവിടെ കിട്ടണം. ഓക്കെ, ഞാനത് റീഫ്രഷ് ചെയ്ത് വെക്കാം. പെർഫെക്റ്റ്. അപ്പോൾ ഇനി നമുക്ക് ഡെമോയിലോട്ട് പോകാം. പഠിച്ചോണെ ചീറ്റല്ലേ, എപ്പോഴും ഡെമോ കാണിക്കുമ്പോഴേക്കും എന്തെങ്കിലും എറർ വരിക. അങ്ങനെ എറർ വരില്ല എന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ ഇവിടെ കണ്ടില്ലേ, ഹായ്, ഞാൻ ശശിയാണ്, ഇന്ന് നിങ്ങളെ എങ്ങനെ സഹായിക്കാൻ പറ്റും. അപ്പോൾ അതാണ് ക്വസ്റ്റ്യൻ. ഇപ്പം നിങ്ങൾ പോയിട്ട് ഹായ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ, നമസ്കാരം, മലർവാടി പെസ്റ്റ് കൺട്രോളിൽ നിന്ന് സ്വാഗതം, എങ്ങനെ സഹായിക്കാം, കീടനാശിനിയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സേവനം ആവശ്യമുണ്ടോ? ഉദാഹരണത്തിന് ഞാനിപ്പോൾ പറയാണ്, മൂട്ടശല്യം. ഇത് വളരെ ബേസിക് ആയിട്ട് ഞാൻ ആകെ 2-3 ലൈൻ്റെ പ്രോംപ്റ്റ് മാത്രം ഉപയോഗിച്ച് ചെയ്തിരിക്കുകയാണ്. ഒരു റിയൽ ചാറ്റ് ബോട്ട് വരുമ്പോൾ ഇതിന് ഒരുപാട് കോംപ്ലിക്കേഷൻസ് നമുക്ക് കൊടുക്കാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ ഒരുപാട് മിസ്റ്റേക്ക് ഉണ്ടാവും, കാരണം ഇത് ഞാൻ വളരെ സിമ്പിളായിട്ട് ചെയ്തതാണ്. മൂട്ടയാണ്, എലിയല്ല ബ്രദർ. അപ്പോൾ അതിൽ എലി പ്രശ്നമുണ്ടല്ലോ, തീർച്ചയായും സുപരിചിതമായ പ്രശ്നമാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ പേരും ഫോൺ നമ്പറും അറിയാമോ എങ്കിൽ ഞങ്ങളുടെ ടീം നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇപ്പോൾ എൻ്റെ പേര് ഞാൻ രാജൻ, എന്നിട്ട് ഒരു നമ്പറും കൊടുക്കാൻ. ഓക്കെ, ഇത് നിങ്ങൾ പ്രോപ്പറായിട്ട് ട്രെയിൻ ചെയ്താൽ, അപ്പോൾ അവർ കസ്റ്റമർ എന്താ പറയുന്നതെന്ന് അവർക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ട് അതിനുള്ള റെസ്പോൺസ് തരാൻ പറ്റും. ഇവിടെ ഞാൻ ട്രെയിനിങ് ഒന്നും കൊടുത്തിട്ടില്ല, ഇത് AI-ക്ക് അറിയാവുന്ന പോലെ AI സംസാരിക്കുകയാണ്. ഓക്കെ, താങ്കളുടെ അന്വേഷണം ഞങ്ങളുടെ ഇൻ്റർണൽ ടീമിനെ അയച്ചു കഴിഞ്ഞു, സേവനത്തിനായി കാത്തിരിക്കുക. അപ്പോൾ നമ്മുടെ ടെലിഗ്രാമിൽ നോക്കിക്കഴിഞ്ഞാൽ കണ്ടില്ലേ, കസ്റ്റമർ ഡീറ്റെയിൽസ്, ന്യൂ എൻക്വയറി. ഇത് മൂട്ട എന്ന് പറയുമ്പോൾ എലിയാന്ന് വിചാരിച്ചിരിക്കുന്നത്. റാറ്റ് കൺട്രോൾ, രാജൻ, ഫോൺ നമ്പർ. ഓക്കെ, അപ്പോൾ ഇതാണ് സിസ്റ്റം. സോ ഇത് നമ്മൾ കുറച്ചും കൂടി ട്രെയിനിങ് ചെയ്തിട്ട് വളരെ ഭംഗിയായിട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇതെങ്ങനെയാണ് ചെയ്തതെന്ന് നോക്കാം. ഇപ്പോൾ N8N പോയിട്ട് നിങ്ങളൊരു പുതിയ വർക്ക് ഫ്ലോ ഓപ്പൺ ചെയ്യാം. ഓക്കെ, വർക്ക് ഫ്ലോ ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ ട്രിഗർ, അതായത് ഓരോ AI ഏജൻറ്റിനും എന്തെങ്കിലും ഒരു ട്രിഗർ വേണം, എങ്ങനെയാണ് ഈ ചാറ്റിങ് തുടങ്ങുക. അപ്പോൾ ഞാനിവിടെ കൊടുത്തിരിക്കുന്നത് നമ്മുടെ ചാറ്റ് ബോട്ടാണ്. ഇതുപോലത്തെ ഒരു ചാറ്റ് ബോട്ടിൽ നിന്നാണ് ട്രിഗർ ചെയ്യുക.
അത് ട്രിഗർ ചെയ്ത ശേഷം ഞാനൊരു AI ഏജൻറ്റ് എന്ന് പറയുന്നൊരു മോഡ്യൂളിനെ ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ AI ഏജൻറ്റാണ് എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് ചോദിക്കുന്നത്. അപ്പോൾ AI ഏജൻറ്റിന് വേണ്ടി നമ്മളൊരു AI കമ്പനിയും കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ChatGPTയുടെ OpenAI കൊടുക്കാം, അല്ലെങ്കിൽ ആന്ത്രോപിക്കിൻ്റെത് കൊടുക്കാം. ഞാൻ തൽക്കാലം ആന്ത്രോപിക്കിൻ്റെ ചാറ്റ് മോഡലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഒരു സിമ്പിൾ മെമ്മറി, അപ്പോൾ എത്ര കോൺവെർസേഷൻ ഓർമ്മയിൽ നിൽക്കണം എന്നുള്ളൊരു മെമ്മറി കൂടി കൊടുക്കണം. എന്നിട്ട് നമ്മൾ പറയുകയാണ് ടെലിഗ്രാമിലോട്ട് നമുക്ക് മെസ്സേജ് അയക്കുക. ഇപ്പോൾ ഈ AI ഏജൻറ്റിനെ ഓപ്പൺ ചെയ്താൽ ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട് എന്താ ചെയ്യേണ്ടതെന്ന്. ഉദാഹരണത്തിന്, യു ആർ എ പൊലൈറ്റ് പ്രൊഫഷണൽ സെയിൽസ് റെപ്രസെൻറ്റേറ്റീവ് ഓഫ് മലർവാടി പെസ്റ്റ് കൺട്രോൾ. ഓക്കെ, നിങ്ങളുടെ ഗോള് ഗ്രീറ്റ് ദ പേഴ്സൺ, ആസ്ക് ഫോർ ദ നെയിം ആൻഡ് ദ കോൺടാക്ട് നമ്പർ, ആക്നോളജ് ദെയർ റിക്വയർമെൻറ്റ് ആൻഡ് അഷ്യൂർ ദം ദ ടീം വിൽ കോൺടാക്ട്. ബേസിക്കലി അവരോട് ചോദിക്കുക, ഹായ് ഹലോ പറയുക, അവരുടെ പേരും നമ്പറും ചോദിക്കുക, അവരെന്തിനാണ് വിളിച്ചതെന്ന് ചോദിക്കുക, എന്നിട്ട് അവരുടെ സേവനത്തിന് തിരിച്ചു വരുമെന്ന് പറയുക, എന്നിട്ട് ടെലിഗ്രാമിലോട്ട് മെസ്സേജ് അയക്കുക. ഇത്രയാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. നേരത്തെ കണ്ട ഡെമോയിൽ അത്രയും AI ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഞാനിതൊരു അല്പം മാറ്റിയിട്ട് ഇവിടെ പോയിട്ട് ഞാൻ ലൈറ്റായിട്ട് ഞാനിത് എഡിറ്റ് ചെയ്യാം. ഞാൻ പറയാണ് റെപ്രസെൻറ്റേറ്റീവ് മലർവാടി പെസ്റ്റ് കൺട്രോൾ അല്ല, അതിന് പകരം ഉദാഹരണത്തിന് മലർവാടി അക്കൗണ്ടിങ് കമ്പനി, ഇതൊരു അക്കൗണ്ടിങ് കമ്പനി ആക്കിയിട്ട് മാറ്റി. അപ്പോൾ കുറച്ചും കൂടി, എന്നിട്ട് ഞാനിത് സേവ് ചെയ്യാണ്. സേവ്, എന്നിട്ട് ഞാനിവിടെ പോയി റീഫ്രഷ് ചെയ്യാണ്. ഓക്കെ, ഇത് നേരത്തെ പറഞ്ഞതാ ശശിധരനോട് ചോദിക്കും, ഞാൻ പറയാം ഹായ്. നമസ്കാരം, മലർവാടി അക്കൗണ്ടിങ് കമ്പനിയിൽ നിന്നും സ്വാഗതം. നിങ്ങളെ സഹായിക്കാനുള്ളതാണ്. നിങ്ങളുടെ പേരും കോൺടാക്റ്റുകൾ നമ്പറും പറയാനോ എന്തെങ്കിലും അക്കൗണ്ടിങ് സേവനങ്ങൾ ആവശ്യമുണ്ടോ? ഞാൻ പറയുന്നത് ടാക്സ് ഫയലിംഗ്, എനിക്ക് ടാക്സ് ഫയൽ ചെയ്യണം. അതെ, ടാക്സ് ഫയലിംഗ് സേവനം ഞങ്ങൾ നൽകുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെ സേവനങ്ങൾ നിങ്ങൾ നൽകുന്നത് നമുക്ക് മുൻപിലോ പറഞ്ഞ്, വി ക്യാൻ പ്രീ ഡിസൈഡ്, നമ്മൾ മുമ്പേ പറഞ്ഞ് സെറ്റ് ചെയ്ത് വെക്കാവുന്നതാണ്. നിങ്ങളുടെ ഫോൺ നമ്പറും പേരും പറയാമോ, ഞങ്ങളുടെ ടീം നിങ്ങളെ കോൺടാക്ട് ചെയ്യും. എന്നിട്ട് ചോദിക്കുകയാണ് ഏത് തരത്തിലുള്ള ടാക്സ് ഫയലിംഗ് ആണ് വേണ്ടത്, ഇൻഡിവിജ്വൽ ആണോ ബിസിനസ് റിട്ടേൺ ആണോ. ഞാനിപ്പോൾ പറയാണ് താഹ, എന്നിട്ട് എൻ്റെ പേര് നമ്പർ കൊടുക്കുകയാണ്. ഓൾറൈറ്റ്, നിങ്ങളുടെ വിവരങ്ങൾ ഞങ്ങൾ ടീമിന് അയച്ചിട്ടുണ്ട്, അവരുടൻ നിങ്ങളെ കോൺടാക്ട് ചെയ്യും. വളരെ നന്ദി താഹ സർ. മനസ്സിലായില്ലേ? എത്ര നീറ്റായിട്ട്, എത്ര നൈസായിട്ടാണ് അവർ സംസാരിക്കുന്നത്, മനസ്സിലായില്ലേ? നമുക്ക് ഈ AI ഏജൻറ്റിനെ ഫുള്ളി ട്രെയിൻ ചെയ്തെടുക്കാം. ഞങ്ങളുടെ സർവീസസ് എന്തൊക്കെയാണ്, ഞങ്ങൾ എന്തൊക്കെ ചെയ്യും, എത്ര സമയം എടുക്കാം, നമുക്ക് കൂടുതൽ കോൺടാക്സ്റ്റ് കൊടുത്താൽ വളരെ ഭംഗിയായിട്ട് ഇത് സംസാരിക്കാൻ പറ്റും. ഇപ്പോൾ ടെലിഗ്രാം നോക്കിക്കഴിഞ്ഞാൽ കണ്ടില്ലേ, ന്യൂ എൻക്വയറി ടാക്സ് ഫയലിംഗ്, നെയിം, ഫോൺ നമ്പർ, എന്താണ് സർവീസ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഇതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ AI ഏജൻറ്റ് മലയാളത്തിൽ സംസാരിക്കുന്നത്. ഇൻ ഷോർട്ട്, N8N എന്ന് പറയുന്ന ഓട്ടോമേഷൻ സർവീസ് ഉപയോഗിച്ചിട്ട് AI ഏജൻറ്റ് എന്ന മോഡ്യൂൾ ഉപയോഗിച്ചിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. ഇതുപോലെ നമ്മുടെ ഏത് ബിസിനസ് ആവശ്യത്തിനും എന്ത് തരത്തിലുള്ള ചാറ്റ് ബോട്ടുകളും നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇത് നമുക്ക് വെബ്സൈറ്റിൻ്റെ മൂലയിൽ ഒരു ചാറ്റായിട്ട് വെക്കാം, അല്ലെങ്കിൽ വാട്സാപ്പിൽ ഇൻറ്ററാക്ട് ചെയ്യുന്ന അങ്ങനെ ചെയ്തെടുക്കാം, ടെലിഗ്രാമിൽ ഇൻറ്ററാക്ട് ചെയ്യുന്ന അങ്ങനെ ചെയ്തെടുക്കാം, ഇമെയിൽ ഇൻറ്ററാക്ഷൻ ചെയ്തെടുക്കാം, എങ്ങനെ വേണമെങ്കിലും നമുക്കിത് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങളുടെ ബിസിനസ്സിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ലീഡൊക്കെ മിസ്സാവുന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ഒരു ടൂൾ വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് വളരെ യൂസ്ഫുൾ. അതുമാത്രമല്ല, ഇപ്പോൾ എല്ലാം AI ആവാൻ പോവാണ്. അപ്പോൾ നിങ്ങൾ എത്ര പെട്ടെന്ന് ഈ AI സംഭവത്തിൽ ജമ്പ് ചെയ്ത് നിങ്ങളുടെ വെബ് ബിസിനസ്സിന് വേണ്ടിയിട്ട് ആക്ടിവേറ്റ് ചെയ്യുന്നു, അത്രയും നല്ലത്. ഇപ്പോൾ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിൽ ചോദിക്കാൻ, ഞാൻ ആൻസർ ചെയ്യാവുന്നതാണ്. ഇതെങ്ങനെ ബിൽഡപ്പ് ചെയ്യണമെന്നോ നിങ്ങളുടെ ബിസിനസ്സിൽ എങ്ങനെ യൂസ് ആവുന്നതെന്നൊക്കെ ചോദിക്കണമെങ്കിൽ നിങ്ങൾക്ക് താഴെ ചോദിക്കാം. ഇതുപോലെ വേറെ എന്തെങ്കിലും സർവീസിനെ കുറിച്ച് നിങ്ങൾക്ക് വീഡിയോ ആവശ്യമുണ്ടെങ്കിൽ അതും ചോദിക്കാം, ഞാനത് ചെയ്യാം. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു സബ്സ്ക്രൈബ് ചെയ്യുക, ഒരു ലൈക്ക് ചെയ്യുക. അപ്പോൾ കൂടുതൽ ആൾക്കാർക്ക് ഈ വീഡിയോ എത്താൻ വേണ്ടി സഹായിക്കും. അത്രയേ ഉള്ളൂ. ചിയേഴ്സ്, താങ്ക് യു, ബൈ.